സാലി റോസിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 5 ദിവസമായിട്ട് ഞാൻ 3 മിനിറ്റിന്റെ ദൈർഘ്യമുള്ള ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകളിലൂടെ നിങ്ങൾക്ക് ഞാൻ കുറേ വ്യായാമ മുറകൾ തന്നു. തുടക്കക്കാർക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്തോണം. അപ്പം എനിക്ക് വിശദീകരണം ഒത്തിരി തരാൻ സമയമില്ല. അപ്പം ഞാൻ മാറ്റങ്ങൾ വരുത്തുന്നതനുസരിച്ച്, ചേഞ്ചസിനനുസരിച്ച് നിങ്ങൾ വരുത്തിക്കണം. പിന്നെ ഒരു കാര്യം, ഈ 3 മിനിറ്റ് ഷോർട്ട് വീഡിയോയിൽ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ചില കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തി പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് തുടങ്ങിക്കൊള്ളാം. അപ്പം നിങ്ങൾ റെഡി ആയിട്ട് നിന്നിട്ട് എവിടെയെങ്കിലും നമ്മുടെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഒപ്പം നിങ്ങൾ ചെയ്തോണം കേട്ടോ. കയ്യും കൊള്ളുക. നമ്മൾ ഇത്തരം എക്സർസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ വയറൊരു സ്വല്പം ഉള്ളിലോട്ട് പിടിക്കും, നല്ലതാണ്. എന്നിട്ട് നമ്മൾ സ്വല്പം കൂടെ സ്പീഡ് കൂട്ടി കാലിച്ചിലൂടെ ഉയർത്തി കൈച്ചിലൂടെ ഒന്ന് റൈസ് ചെയ്ത് മിനിമം 1 മിനിറ്റ് എങ്കിലും നിങ്ങൾ വോക്കിംഗ് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ. അപ്പോൾ ചിലർ സംശയം ചോദിച്ചോ, ഡിസ്കിന് പ്രശ്നമുള്ളതൊക്കെ. അപ്പോൾ ഡിസ്കിന് പ്രശ്നമുള്ളതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. നിങ്ങൾ ഡോക്ടറോട് തന്നെ ചോദിക്കണം. ഡോക്ടർമാർ എക്സർസൈസ് ചെയ്യാൻ പറയുന്ന ഡോക്ടർമാർ വളരെ വിരളമാണ്, എനിക്കറിയാം. പലരും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന നമ്മുടെ സ്ത്രീകൾ അത് വലിയ സന്തോഷത്തിലിരിക്കുക. ഓ, ഡോക്ടർ എക്സർസൈസ് ചെയ്യരുതെന്ന് പറയും. ഏതാ മുട്ടിന് വേദന? ഞാൻ നേരെ മുട്ടിന് വേദന അനുഭവിച്ച ആളാണ്. നിങ്ങൾക്ക് എൻ്റെ ആദ്യകാല വീഡിയോകൾ നോക്കിയാൽ അറിയാം. ഒരുപാട് ഞാൻ വിഷമിച്ചതാണ്. എനിക്കൊന്നും ഒരു മുട്ടുവേദനയില്ല. നമുക്കിനി അത് കഴിഞ്ഞ് ഇത് സ്പീഡ് ഞാൻ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ട് എനിക്ക് അണക്കണം. നമ്മളെ സ്പീഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് ചെറിയ നമ്മൾ ഓടുകയില്ലേ, അതുപോലെ നമുക്കിവിടെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ നോക്കി മടുത്തത്തി വട്ടം കറങ്ങി എന്തെങ്കിലും കാണാനുള്ളതൊക്കെ കണ്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മൾ എപ്പം ചെയ്ത് മടുക്കുമ്പോഴും ലോങ് ബ്രീത്ത് എടുക്കണം. നല്ല ദീർഘശ്വാസം. എപ്പോഴും മൂക്കിൽ കൂടെ എടുത്ത് മൂക്കിൽ കൂടെ വിടുകയോ തിരിച്ചു വിടുമ്പോൾ വായിൽ കൂടെ വിടാം. നമുക്ക് ഇനി അടുത്തത് നെക്കിന്റെ എക്സസൈസാണ്. കൈ നമ്മൾ ഹിപ്പിൽ ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ബോഡി മൂവ് ചെയ്യരുത്. ശരീരം അനക്കാതെ തല മാത്രം നമ്മൾ 2 ദിശയിലേക്കും തിരിക്കുക. ചെയ്യാതിരുന്ന് ചെയ്യുമ്പം ചെറിയ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാം. നമുക്ക് ചെറുതല്ല, ചെയ്യാതിരിക്കുന്നവർക്കാണെങ്കിൽ ഇവിടുന്നൊക്കെ ചെറിയ കുഞ്ഞു ഒട്ടകളേക്കാം. ഒന്നും പേടിക്കണ്ട കേട്ടോ. ഒന്നും ഓടിക്കൊന്നും പോവുകയില്ല. പ്രാവശ്യം നമുക്ക് എണ്ണിക്കൊണ്ട് ചെയ്യാം. നിങ്ങൾ 10 അല്ല, നിങ്ങൾ 20 പ്രാവശ്യം ചെയ്യണേ. നമുക്ക് സമയക്കുറവുകൊണ്ട് ഞാൻ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇനി നമുക്ക് നമ്മുടെ അപ്പർ ബോഡി ഹിപ്പിന് മുകളിലേക്കുള്ള മൊത്തം നെക്ക് ഉൾപ്പെടെ നമുക്ക് തിരിച്ചോണ്ട് നമുക്ക് നേരത്തെ ഇതുപോലെ മൊത്തത്തിൽ ഫുൾ ബാക്കിലേക്ക് നമുക്ക് എത്രയും ബാക്കിലേക്ക് തിരിച്ചു പോകാവോ അത്ര നമുക്ക് നോക്കാം. സെന്ററിൽ വരുന്നു 1. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, താഴേക്കല്ല മൂവ്മെന്റ്, ഇവിടുന്നുള്ള മൂവ്മെന്റ് ആണ്. 1 2 3 4 5 6 7 8 9
10. ഇനി നമുക്ക് നമ്മുടെ കൈ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിവർത്തി പിടിക്കുന്നു. നിവർത്തി പിടിച്ചിട്ട് നമ്മുടെ ഈ കൈ വിരലുകളില്ലേ, ഈ പാം ഇവിടെ, ഇത് ഉള്ളിലോട്ട് പുറത്തോട്ടല്ല അകത്തോട്ട് സ്വല്പം ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നു. അപ്പോൾ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് ഇവിടെ ഇങ്ങനെ വലിയുന്നതായിട്ട് തോന്നും, സാരമില്ല. എന്നിട്ട് നമ്മൾ കൈ ഇങ്ങനെ ടാറ്റ കൊടുക്കുന്ന പോലെ 1 ഫുൾ, 2, 3, 4, 5, 6, 7, 8, 9, 10. കേട്ടോ, 10 പ്രാവശ്യം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 20 ടൈം ചെയ്യാം. 1, 2, 3, 4, 5, തോർത്തോണേ, 6, 7, 8, 9, 10. ഈ കൂടെ ഒരു കാര്യം പറയാം. എപ്പോൾ കൈ നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് പിടിക്കുമോ, കൈ ഇങ്ങനെ വൈഡ് ചെയ്യുമോ, നമ്മളെ ഇങ്ങനെ വികസിപ്പിച്ചെടുക്കുന്ന ഏത് വർക്ക് വരുമ്പോഴും ശ്വാസം എടുക്കണം. കൈ അടുപ്പിക്കുമ്പം ശ്വാസം വിടണം കേട്ടോ. ഇങ്ങനെ അറിയാം നമ്മൾ. മനസ്സിലാവുന്നുണ്ട്? ആ രീതിയിൽ നമ്മളത് ചെയ്യണേ. ആ 20 ടൈം നമ്മൾ ചെയ്യുന്നു. ഇനി നമുക്ക് ഇതേ എക്സർസൈസ് ഇങ്ങനെ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ അല്ലേ? 5, 6, 7, 8, 9, 10. Ten, 9, 8, 7, 6, 5, 4, 3, 2, 1. ഞാൻ 10 ചെയ്തു, നിങ്ങൾക്ക് കൂടെ ചെയ്യാം. ഇനി ഇതുകൊണ്ട് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ജീവിതശൈലി രോഗങ്ങൾ വളരെ നിയന്ത്രിക്കപ്പെടും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഓർത്തോണേ. തീർച്ചയായും നമുക്ക് ഇത് കറക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കാലും കൂടെ പതുക്കെ ചേർത്ത് നോക്കാം. 4, 5, 6, 7, 8, 9, 10. തിരിച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഞാൻ ചില ലക്ഷ്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ? അപ്പം നമ്മൾ അത് നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഈ ചെറിയ ചെറിയ വ്യായാമ മുറകൾ നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ചെറിയ ബെനിഫിറ്റ്സ് ഇപ്പോൾ തന്നെ കിട്ടും. വേദനകൾക്കൊക്കെ ചെറിയ തോതിലുള്ള വ്യത്യാസം ഉണ്ടാകും. പിന്നെ ചിലർക്ക് അറിയാൻ പറ്റത്തില്ല. ആദ്യമേ വയറ് കുറഞ്ഞത് മാത്രം നോക്കി നിൽക്കല്ലേ. അതിനൊക്കെ നമുക്ക് സാവകാശ സമയമുണ്ട്. പതുക്കെ വെച്ച് കൈ നിവർത്തി തന്നെ വെക്കണേ. 2, 3, 4, 5, 6, 7, 8, 9, 10.
ചെയ്ത് ശീലമില്ലാത്തവർക്ക് തലകറങ്ങുന്നവരൊക്കെ തോന്നും കേട്ടോ, വളരെ ശ്രദ്ധിച്ചോണം. അപ്പം നമ്മൾ ഇതുപോലെ ഭിത്തിയുടെ അടുത്ത് നിന്നാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് പോകുന്നവരൊക്കെ തോന്നിയാൽ ഒരു പിടിക്കാനായിട്ട് നിങ്ങൾ ഓട്ടണം. അതുപോലെ തന്നെ നമുക്ക് ഒരു ചെയർ വേണം. ഞാൻ പ്രത്യേകിച്ച് ഇങ്ങോട്ട് എടുത്തോണ്ട് തടിയുടെ ഉണ്ടായിരുന്നു എടുത്തോണ്ട് വന്നത് ഇവിടെ കിടന്ന് ഈ പ്ലാസ്റ്റിക് ആണേ, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ മാറ്റ് ഞാൻ പറഞ്ഞല്ലോ, മാറ്റ് ഉപയോഗിക്കുമ്പോൾ ഇതിനടിയിൽ റബ്ബറൈസ്ഡ് മാറ്റാണെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട. അല്ലാത്ത ചവിട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് പേടിക്കണം. ചവിട്ടിയാണെന്ന് പറഞ്ഞാലും ഈ ചവിട്ടിയുടെ അടിയുണ്ടോ ഇതുപോലെ റബ്ബറൈസ്ഡ് ആണെങ്കിൽ നമുക്ക് പേടിക്കണ്ട, തെന്നിപ്പോകത്തില്ല. അങ്ങനത്തെ ചവിട്ടിയിലെ നിങ്ങൾ കയറി നിന്ന് ചെയ്യാവൂ കേട്ടോ. നേരെ സിമെന്റ് തറയിൽ ടൈലിന്റെ തറയിലോ സിമെന്റ് തറയിലോ കാൽപാദം നേരെ വെച്ച് ചെയ്യരുത്. ഇനി നമുക്കുള്ള മറ്റു വർക്കുകൾക്കെല്ലാം ഈ ചെയർ ഉപയോഗിക്കാം. ഈ ചെയർ എപ്പോഴും മാറ്റിന്റെ പുറത്ത് ഇടണം, അല്ലെങ്കിൽ ഇതിന് അടിയിൽ ബുഷ് ഉണ്ടായിരിക്കണം, തെന്നിപ്പോകാത്തതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് നമ്മുടെ ലെഗിന്റെ എക്സസൈസുകൾ ഇത് വേണമെന്നൊരു നിർബന്ധവും ഇതില്ലാതെ ചെയ്യാം. പക്ഷെ ഇച്ചിരി ബാലൻസ് കുറവ് നമുക്കറിയാം. ഇന്ന് ഒരു 50-60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ബാലൻസ് വളരെ കുറവാണ് കാലിന്. ഒരു കാലെടുക്കുമ്പം നമ്മൾ വീഴാൻ സാധ്യത. ഇത് ഉപയോഗിച്ചോണേ. 1 2 3 4 5 എത്ര നമുക്ക് കാല് ആട്ടാവോ അത്ര അടിയോ. 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. അപ്പൊ നമ്മൾ എത്ര മടുത്താലും എത്ര വയ്യാലും ചിരിച്ചോണ്ട് ചെയ്യണം കേട്ടോ. ചിരിച്ചോണ്ട് എക്സസൈസ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. കാര്യം സൈഡിൽ 1 2 3 4. ഇത് ചെയ്യുമ്പം ഉറപ്പായിട്ടും ചേർന്ന് പിടിച്ചോണ്ട് ചെയ്യാവേ. 5 6 7 8 9 10. നമുക്ക് തിരിച്ചും ഇതുപോലെ തന്നെ 10 1 2 3 4 5 6 7 8 9 10. അപ്പം ഞാനവിടെ വൈൻഡ് അപ്പ് ചെയ്യണേ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെന്നോട് പറയണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള പറഞ്ഞു വെച്ചാൽ മതി. അപ്പൊ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അണപ്പുണ്ടാവും. അണപ്പൊന്നും രോഗമല്ല കേട്ടോ, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ ലക്ഷണമാണ്, ഒന്നും പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും തരുന്ന ഷോർട്ട് വീഡിയോകൾ 1 2 3 പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസിയാണ്. അപ്പൊ എന്റെ പ്ലാൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും 11:30 എന്നെ കൊണ്ട് പറ്റും. എല്ലാ ദിവസവും എനിക്ക് പറയാൻ പറ്റത്തില്ല, പറ്റുന്ന ദിവസം 11:30 രാവിലെ 11:30 ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. 5 ദിവസം കഴിയുമ്പോൾ ഏതാണ്ട് അതിനെ എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു ലോങ് വീഡിയോയും വിടും. ആ ലോങ് വീഡിയോ നിങ്ങൾ മിക്കവാറും അത് ഞാൻ ഉദ്ദേശിച്ചേക്കുന്ന ഒരു വ്യാഴാഴ്ച ഇടാമെന്നുള്ളതാണ്. അപ്പൊ വ്യാഴാഴ്ച തന്നെ കണ്ടിട്ട് വ്യാഴവും വെള്ളിയും ഒക്കെ നിങ്ങൾ ഇത് ആവർത്തിച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ നമുക്ക് കുറച്ചുകൂടെ വീഡിയോ കൂടുതലാക്കി തരാം. അപ്പം ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ താങ്ക് യു.